ജലാശയങ്ങളിലെ കുളവാഴ ശല്യത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ കൊച്ചി ജെയിൻ സർവകലാശാലയുടെ ഫ്യൂച്ചർ കേരള മിഷൻ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര സമ്മേളനം ആരംഭിച്ചു. കൊച്ചി ക്യാമ്പസിൽ ത്രിദിന സമ്മേളനം കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കുളവാഴയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാൻ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കൊൽക്കത്ത പോലുള്ള ഇടങ്ങളിൽ കുളവാഴ ഉപയോഗിച്ച് വെള്ളം ശുദ്ധീകരിക്കുന്ന മാതൃകകളുണ്ട്. പാഴ്ചെടിയായല്ല, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കരകൗശല വസ്തുക്കളും നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുവായി കുളവാഴയെ കാണണമെന്നും ഇത് പ്രാദേശിക സമൂഹങ്ങൾക്ക് പുതിയ ഉപജീവനമാർഗം തുറന്നു നൽകുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ബംഗ്ലാദേശിൽ കുളവാഴ ഉപയോഗിച്ച് പരിസ്ഥിതി സൗഹൃദ പേപ്പർ നിർമ്മിക്കുന്നതിൽ വലിയ വിജയം കൈവരിച്ചിട്ടുണ്ടെന്ന് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ റിയാസ് ഹമീദുള്ള പറഞ്ഞു. സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിലുള്ള ആദ്യ സംരംഭമാണ് ഹയാക്കോൺ 1.0 എന്ന് ജെയിൻ യൂണിവേഴ്സിറ്റി ന്യൂ ഇനിഷ്യേറ്റീവ്സ് ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ് പറഞ്ഞു. Welcoming you all to the Hackathon 1.0 happening at Jain University Kochi. Proud to host you at the university, and at the same time the kind of lead Professor Venu Rajamani, the one who doesn't need any introduction in the state or in the country, and he has taken the chairmanship for the Future Kerala Mission at the beginning of this year, and this is one of his first projects as a part of Future Kerala Mission. കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി കുളവാഴ വ്യാപനം മൂലം ജനങ്ങൾ ദുരിതമനുഭവിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല MLA ചൂണ്ടിക്കാട്ടി. ജെയിൻ സർവകലാശാലയുടെ ഹയാക്കോൺ ആവശ്യമായ നടപടികൾക്ക് വേഗം കൂട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. കുളവാഴ വെല്ലുവിളി നേരിടാൻ 4 പ്രധാന വഴികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്ന് ഫ്യൂച്ചർ കേരള മിഷൻ ചെയർമാൻ പ്രൊഫസർ വേണു രാജാമണി പറഞ്ഞു. സുസ്ഥിരതയിലും നവീകരണത്തിലും അധിഷ്ഠിതമായ പരിഹാരങ്ങളിലൂടെ കേരളത്തിന്റെ പാരിസ്ഥിതിക വെല്ലുവിളികളെ നേരിടാൻ സർവകലാശാല പ്രതിജ്ഞാബദ്ധമാണെന്ന് PVC പ്രൊഫസർ ജയലത വ്യക്തമാക്കി. കൊച്ചി ജെയിൻ സർവകലാശാലയും സ്വിഫ്റ്റും തമ്മിലുള്ള അക്കാദമിക് ധാരണാപത്രത്തിൽ സ്വിഫ്റ്റ് ഡയറക്ടർ ഡോക്ടർ ജോർജ് നൈനാൻ, PVC ഡോക്ടർ ജയലത എന്നിവർ ഒപ്പുവെച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.